ശ്രമിക്കൂ കൂട്ടുകാരെ. ഇന്ന് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെയാണ് എൻ്റെ കിച്ചണിൽ ഞാൻ പാചകം ചെയ്തത്, എന്തൊക്കെ വെറൈറ്റി ഐറ്റങ്ങളാണ് ഉണ്ടാക്കിയത് അറിയണോ കൂട്ടുകാരെ? അപ്പോൾ അടിപൊളി വ്ളോഗിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വ്ളോഗ് ആരംഭിക്കുന്നത് ഒരു 6 AM ആട്ടോ. അപ്പോൾ അത് ആരംഭിച്ച് കഴിഞ്ഞ് വ്ളോഗ് കിട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ ഒരു 6 AM ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ തീ പൂട്ടി അരിയൊക്കെ അടുപ്പത്തിട്ട് അതങ്ങോട്ട് സെറ്റാക്കിട്ടോ. അതിനുശേഷം എഗ്ഗ് മക്രോണി ഉണ്ടാക്കണം. പിന്നെ അട്ടിപ്പൊളി വെള്ളയപ്പം റെഡിയാക്കി എടുക്കണം. അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളയപ്പൊക്കെ അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ എഗ്ഗ് മക്രോണി അത് റെസിപ്പി ആയിട്ടോ നമുക്ക് വെറൈറ്റി ഐറ്റം കാണാം അല്ലേ. അടിപൊളി മക്രോണി കൊണ്ട് അടിപൊളി എഗ്ഗ് മക്രോണിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതിനായി ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്തു, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. 1 കപ്പ് മക്രോണിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 4-5 മിനിറ്റ് മതിയാവും കേട്ടോ നമ്മുടെ മക്രോണി വെന്ത് കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തീ അങ്ങോട്ട് ഓഫ് ചെയ്ത ശേഷം ഒരു അരിപ്പ് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വെള്ളമെല്ലാം മൂറ്റിയെടുക്കണം. വെള്ളമെല്ലാം മൂറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്രോണി സെറ്റാക്കി എടുക്കുമ്പോൾ അടിപൊളി വെറൈറ്റി ഐറ്റം സെറ്റാക്കി എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ പേര് നല്ല രീതിയിൽ അങ്ങോട്ട് വെള്ളം മൂറ്റിയെടുത്ത ശേഷം അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തു, അതായത് പാൻ വെച്ച് കൊടുത്തിട്ടു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ നമ്മുടെ സബോള കുട്ടനെ അരിഞ്ഞത് കേട്ടോ, ഒരു മീഡിയം സൈസിൽ സബോള കുഞ്ഞു അരിഞ്ഞതോ, പിന്നെ 5-6 വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി കുഞ്ഞു അരിഞ്ഞതോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കൂ കൂട്ടുകാർ. അടിപൊളി ഐറ്റം നിങ്ങൾ കണ്ടു കാണില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ഏറിയ മക്രോണി റെസിപ്പിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വയന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 തക്കാളി എടുത്തിട്ടോ, എന്നിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തു. വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ അടിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മുടെ തക്കാളിയുടെ പച്ച ടേസ്റ്റ് അത് മാറി വരുന്നത് വരെ ചെറുതായിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. തീ നല്ലതുപോലെ കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, കറി മസാലപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവർ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മക്രോണിയിൽ മസാല പിടിക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ തക്കാളി സോസാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ തക്കാളി സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം 2 മുട്ട ഇട്ട് ഞാൻ എടുത്തത്. മുട്ട കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ 2 മുട്ട മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ അടിച്ചെടുത്ത ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ചിക്കെടുത്താൽ അടിപൊളി ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി മക്രോണി വെച്ചിട്ടുള്ള അടിപൊളി എഗ്ഗ് മക്രോണിയാണ് സെറ്റായിട്ടുള്ളത്. എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കലിന് ശേഷം സ്ക്വാഷ് വെച്ചിട്ട് അടിപൊളി ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നാച്ചുറലാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം, ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അങ്ങനെ ഒരു കപ്പ് എടുത്തു. 2 ടീസ്പൂൺ സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. അതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന്. എന്നിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നത് കൊണ്ടാട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തു. അങ്ങനെ പിള്ളേഴ്സിനും ഉമ്മാക്കും എല്ലാവർക്കും ഒരേ ഗ്ലാസ് വീതം അങ്ങോട്ട് കലക്കി അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം നേരെ അടുക്കളയ്ക്ക് വന്നെത്തി മുളക് പറ്റി സെറ്റാക്കി ചൂരക്കണ്ണി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തു. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഓയിൽ വെച്ച് കൊടുത്തു. ഓയിൽ നല്ല രീതിയിൽ വെട്ടി തിളച്ചപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും വ്ളോഗ് ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി ഇന്ന് വ്ളോഗ് വേണ്ട, വ്യൂസ് ഒന്നും ഇല്ലല്ലോ, എന്തിനാ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ കരുതി ഇന്നല്ലേ മോൻ പറഞ്ഞു കേട്ടോ എഗ്ഗ് മക്രോണി ഉണ്ടാക്കി തരുമോന്ന് കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റി ഐറ്റം അല്ലേ, നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം, അത് റെസിപ്പി ആക്കി എടുക്കാം. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ടപ്പാന്നാക്കി ബ്ലോഗ് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നിട്ട് പണികളൊക്കെ തീർത്തു. നമ്മുടെ ഉച്ചയൂണ് സെറ്റായി. നമ്മുടെ ചൂരക്കണി ഫ്രൈയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ കേരള സ്റ്റൈൽ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ പാത്രത്തിലോട്ട് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചൂരക്കണി ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട തൈരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, പച്ചമുളക് കയറാനോ സബോള അരിയാനോ പിള്ളേർ സമ്മതിച്ചില്ല കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ നല്ല കട്ട തൈര് സെറ്റാക്കിയിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഫുഡ് കഴിച്ച ശേഷം റെസ്റ്റായിട്ടോ. റെസ്റ്റിന് ശേഷം നമ്മുടെ 3:30 മണിയായിട്ടോ. പിള്ളേഴ്സിന് പെട്ടെന്ന് ഇങ്ങോട്ട് കളിക്കാൻ പോകണം. 3:30 മണിയായി. പിന്നെ പറഞ്ഞിങ്ങനെ നിൽക്കട്ടോ, എനിക്ക് കളിക്കാൻ പോകണം. അപ്പം പിന്നെ വേഗം തന്നെ നമ്മുടെ
ന്യൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ന്യൂഡിൽസ് കൊണ്ട് അടിപൊളിയിട്ട് നമുക്കൊന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മുടെ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതാ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. 2 പാക്കറ്റിലുള്ളതും നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 2 പാക്കറ്റ് മസാല ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെ ആ മസാല ഇതാ പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വറ്റുന്നത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? കുട്ടികൾക്കൊക്കെ അവധിക്കാലമല്ലേ, എവിടേക്കെങ്കിലുമൊക്കെ ടൂർ പോയോ കൂട്ടുകാരെ? ഞങ്ങൾ താമസിയാതെ ടൂറൊക്കെ പോകും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നല്ല രീതിയിൽ വെള്ളം വറ്റിയ ശേഷം ഇതാ 2 മുട്ട എടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് അടിച്ച് ഇതാ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ചിക്കെടുത്തു. അങ്ങനെ ഇതാ 4 മണിക്കുള്ള നമ്മുടെ ന്യൂഡിൽസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ 4 മണിക്കത്തത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായി കണ്ടോളൂ, അടിപൊളിയായിട്ടാണ്. എത്ര വലിയ പൊട്ടുവെള്ളരിയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇന്ന് ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാലേ. തൊലികളൊക്കെ കളഞ്ഞ ശേഷം സീഡുകളൊക്കെ മാറ്റണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുക കൂട്ടുകാരെ. അങ്ങനെ സീഡുകൾക്ക് എന്താ മാറ്റുന്നുണ്ട് ഉമ്മയാട്ടോ. ഇങ്ങനെ കുരുകളൊക്കെ സീഡുകളൊക്കെ മാറ്റുന്നതും ഒന്ന് സെറ്റാക്കി തരുന്നതും. അപ്പോൾ വീഡിയോസ് എടുത്തോളെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആവേശവുമായി സന്തോഷവുമായിട്ടോ. അങ്ങനെ സീഡുകളൊക്കെ അത് മാറ്റം ചെയ്യണം. ഇത് കളയണ്ട കേട്ടോ, ഇതുകൊണ്ടൊരു പണിയുണ്ട്. അങ്ങനെ സീഡുകളൊക്കെ ഇതാ മാറ്റം ചെയ്ത് സെറ്റാക്കി ഇതാ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ പൊട്ടുവെള്ളരിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ഉടച്ചിട്ടു. അതിന് ശേഷം നമ്മൾ സീഡ് മാറ്റി വെച്ചില്ലേ, അതങ്ങോട്ട് അരിപ്പയിൽ അതിലെ സത്തുകളൊക്കെ നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കണം. നല്ല രീതിയിൽ അങ്ങോട്ട് അരിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഷുഗർ ചേർത്ത് കൊടുത്ത് പിന്നെ തേങ്ങാപ്പാൽ, നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാൽ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കാണ് പൊട്ടുവെള്ളരി കൊണ്ട് അടിപൊളി ഡ്രിങ്ക്. നമ്മുടെ ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി പൊട്ടുവെള്ളരി കൊണ്ട് ഡ്രിങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ചിലരൊക്കെ മിക്സിലടിക്കട്ടോ. മിക്സിലടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയാണ്. ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തു, കസുകസും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കാട്ടോ. അടിപൊളി ഡ്രിങ്കാണ്. അപ്പം അടിപൊളി വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ ഇതാ നല്ല രീതി ഇതാ മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തൊക്കെയുണ്ട്, നിങ്ങളൊക്കെ ഡ്രിങ്കൊക്കെ ദിവസം ഉണ്ടാക്കാറുണ്ടോ? പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യൽ നിങ്ങൾ ഉണ്ടാക്കിയത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ആ മിക്സാക്കിയ ശേഷം ഇതാ സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ അതാ ഡ്രിങ്കൊക്കെ കുടിച്ച ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാനിതാ അടുക്കളയ്ക്ക് ഇതാ ഓടിപ്പാഞ്ഞെത്തി. അങ്ങനെ ഇതാ ക്ലീൻ ചെയ്ത ശേഷം ഇത്രയൊക്കെയുള്ളോട്ട് എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായോ? വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഇഷ്ടമായോ? ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.